ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഒരു ലൈഫ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു 14 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന ലൈഫ് ചേഞ്ച് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു റീഡിംഗ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനും സ്ട്രെസ്സും എല്ലാം റിലീസ് ചെയ്തതിന് ശേഷം വളരെ പോസിറ്റീവായി ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ ഒരു റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിൽ ചിലർക്ക് റെസൊണേറ്റ് ആയേക്കാം, ചിലർക്ക് ആയില്ല എന്ന് വരും. അത് നിങ്ങൾക്ക് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന രീതിയിൽ മാത്രം എടുക്കുക. ആൻഡ് ഇതൊരു കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കുള്ള ഒരു റീഡിംഗ് മാത്രമാണ്. ആൻഡ് നിങ്ങളുടെ എനർജി ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത് 6 ഓഫ് വോൺസ് ആണ്. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 14 ദിവസത്തെ റീഡിങ്ങിന് വേണ്ടി ഒന്ന് സ്പ്രെഡ് എടുത്ത് നോക്കാം. എന്താണ് വരുന്ന 14 ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മേജർ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. 14 ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മേജർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, നമുക്ക് നോക്കാം 14 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. വരുന്ന 14 ദിവസം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മേജർ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് കാർഡ്. ഒരു മേജർ അർക്കാന കാർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, ദി സൺ. ബാക്കി റീഡിംഗ് കൂടി നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് അടുത്ത 14 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്ന മേജർ ചേഞ്ച്? വീണ്ടും 2 മേജർ അർക്കാന വന്നിരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾ ഒരു മേജർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്: ദ ഹെർമിറ്റ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, കിങ്. ഓക്കെ, then 6, knight, oh the fool, oh beautiful, magician and 10 of swords. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മേജർ അർക്കാന 5 കാർഡ്സ് വന്നിട്ടുണ്ട്. ദെൻ പെൻറ്റക്കിൾ എനർജി 6 കാർഡ്സ് ആണ് മേജർ അർക്കാന വന്നിരിക്കുന്നത്. ആൻഡ് അപ്പോൾ നമുക്കൊരു ടോട്ടൽ റീഡിംഗ് നോക്കാം. പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതൊരു നിങ്ങളുടെ ലൈഫിലെ ഒരു 14 ദിവസത്തെ മേജർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും കാണിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 5 ഓഫ് പെൻറ്റക്കിൾസ് തൊട്ട് 10 ഓഫ് സോർട്സ് വരെയാണ് നമ്മളുടെ എനർജി വന്നിരിക്കുന്നത്. സോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ പെൻറ്റക്കിൾസ് എനർജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ലൈഫിൽ ഒരു കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. കുറേ ഇല്ലായ്മകൾ, കുറേ സ്ട്രഗിൾസ്, മാനസികമായിട്ടും അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും ഒക്കെയുള്ള കുറേ സ്ട്രഗിൾസ്, ഭൗതികമായും ഒക്കെയുള്ള കുറേ സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇല്ലായ്മയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹീലിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് എംപവർമെൻറ്റ് വരുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ ഇതൊരു എക്സ്റ്റേണൽ സക്സസിനെ കുറിച്ച് മാത്രമല്ല ഈ ഒരു സ്പ്രെഡ് പറയുന്നത്. നിങ്ങൾ ഇൻറ്റേർണൽ മൈൻഡ് ഷിഫ്റ്റ്, അതായത് നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ സെൽഫ് മാസ്റ്ററി, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു കാർഡ് സ്പ്രെഡ് നമ്മളോട് പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന പലരും
ഇപ്പോൾ വളരെ അബാൻഡൻ്റ് ആയിട്ടുള്ള എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ട, നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കുറേ ലോസസ് കൂടെ, അത് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, മാനസികമായി വ്യക്തികളെ നഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാവും. അങ്ങനെ ഒരുപാട് ലോസസിൽ കൂടെ കടന്നു പോയിട്ടും ആരും നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്ന ആളുകളുണ്ടാവാം. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ഇമോഷണൽ ലോസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, നിങ്ങൾ കുറേ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ എൻഡിങ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ച പെയിനിനൊക്കെ ഒരു അവസാനം വരികയാണ്. ഈ ഒരു സ്റ്റേറ്റോട് കൂടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു എൻഡിങ് വരികയാണ്. സോ നിങ്ങളുടെ സ്ട്രഗിൾസ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ അനുഭവിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ബാലൻസിൻ്റെ, ഒരു ഹീലിങ്ങിൻ്റെ ഒരു സമയമാണ്. ഇപ്പം നമുക്കറിയാം, കുറേ പെയിൻ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഹീൽ ചെയ്യപ്പെടും. അവർ ആരാലും തകർക്കാൻ വയ്യാത്ത ഒരു എനർജി ആയിട്ട് അവർ മാറും, അല്ലേ? സോ ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഇനി എന്ത് വന്നാലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് നിങ്ങൾ വളരെ റിമെയിൻ കാമായിട്ട്, ഭയങ്കര കാമായി, ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷൻ വന്നാലും ഇനി ഒന്നുമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തി. ആ ഒരു സമയത്തേക്ക് അതെല്ലാം നിങ്ങൾ കടന്നു. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹീലിംഗ് ആണ് വരാൻ പോകുന്നത്. ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങൾ കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ്സിലേക്ക് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ലൈറ്റ് തിരിച്ചു വരാൻ പോവുകയാണ്. അതായത് ഇവിടെ ഒരു സൺ എനർജി ഉണ്ട്, ടെമ്പറൻസ്. ഈ ഒരു രണ്ട് എനർജിയും നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷം, ക്ലാരിറ്റി, ഹാർമണി ഒക്കെ വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഈ സൺ കാർഡ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സക്സസ്, പുതിയ എനർജി, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ടെമ്പറൻസ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ബാലൻസ്, ഇതെല്ലാം പേഷ്യൻസോട്, ക്ഷമയോടുകൂടി ഇതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എനർജിയാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ വരുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷവും സ്റ്റെബിലിറ്റിയൊക്കെ വരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്ഷമ, അതുപോലെ നിങ്ങളുടെ ആക്ഷൻ, അതായത് നമ്മൾ ഒന്നും ചെയ്യാത്ത ലൈഫിലേക്കൊന്നും വരില്ല, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഇവിടെ കൊണ്ടുവരണം. നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് എനർജി തരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അതായത് മേ ബി നിങ്ങൾ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളായിരിക്കും. മറ്റുള്ളവരെ ഒരുപാട് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത്, മാനസികമായിട്ടാണെങ്കിലും ശരി, ഫൈനാൻഷ്യലി ആണെങ്കിലും ശരി, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവരൊന്നും തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഈ ഒരു ലോ പോയിന്റിൽ ഇവരാരും തന്നെ ചിലപ്പോൾ നിങ്ങളെ ഒരാൾ കേൾക്കാൻ പോലും നിങ്ങൾക്ക് ഒരാളില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. സോ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പിരിച്വൽ വിസ്ഡം, നിങ്ങളുടെ ഇന്നർ ക്ലാരിറ്റി, നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യുക, അതായത് നിങ്ങൾ ജേർണൽ ചെയ്യുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾക്കെല്ലാ ഉത്തരങ്ങളും നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങളിലേക്ക് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സ്പിരിച്വൽ വിസ്ഡം ഉയർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടി ആ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡീപ്പ് തിങ്കിങ്ങിലേക്കൊക്കെ പോകേണ്ട ഒരു ടൈമാണ് നിങ്ങളുടെ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രെഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പെൻറ്റക്കിൾ എനർജി ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ 7 ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നൈറ്റ്, ക്യൂന്, കിങ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക്, അല്ലെ? 6 ഓഫ് പെൻറ്റക്കിൾസ് എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാഗ്രഹത്തിൻ്റെ വിത്ത് നിങ്ങൾ പാകിയിട്ട് നിങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുമായിരിക്കും. അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കാം. നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം. പുതിയ ഒരു സ്കില്ല് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കാം. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയായിരിക്കാം. നിങ്ങൾ സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജേണിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്.
അത് നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേം സക്സസ് ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും, നിങ്ങളുടെ അബൻഡൻസ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സമൃദ്ധി വരാനായിട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ നിങ്ങൾ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഒരു ബാലൻസ് ലൈഫിൽ കീപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ കൊടുക്കുന്നതും ഇപ്പോൾ ഒരു നമുക്ക് കാണാം ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾക്ക് കാർഡ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബാലൻസ് കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങൾ കൊടുക്കുന്നതും തമ്മിൽ ചിലപ്പോൾ ചില ആൾക്കാരുണ്ടായിരിക്കും 100 രൂപയാണ് വരവെങ്കിൽ 1000 രൂപ ചിലവാക്കും. പക്ഷെ അങ്ങനെ നിങ്ങൾ പോവരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു ബാലൻസ് കൊണ്ടുവരണം. പണത്തിൻ്റെ കാര്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ്, റിവാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ഷമ കാണിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുകയാണ്, നിങ്ങൾ വൈസ് ചോയ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് നിങ്ങളുടെ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കാർഡാണ് ദ ഫൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പുതിയ കാര്യം, പുതിയൊരു ബിഗിനിങ് ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫൂൾ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു മേഖലയിലേക്കായിരിക്കും നിങ്ങൾ കടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതായത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യണം. കാര്യം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സക്സസ് ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം ഫുളിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ദ മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് നിങ്ങളോടൊപ്പം ഉണ്ട്. കാരണം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ, മാനിഫെസ്റ്റേഷൻ സ്കിൽസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മേജർ സക്സസ് കൊണ്ടുവരാൻ സാധിക്കും. പുതിയൊരു ടെറിറ്ററി നിങ്ങൾക്ക് കീഴടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ തോട്ട്സിനോടൊരു ബിലീവ് വേണം. നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഒരു ഡീപ്പ് ഫെയ്ത്ത് വേണം. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ കഴിവുകളും, അതായത് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കഴിവിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു ദ ഫൂൾ ആൻഡ് മജീഷ്യൻ പറയുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ 14 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. നിങ്ങളുടെ മാനസികമായിട്ടുള്ള പരിവർത്തനം, സാമ്പത്തികമായിട്ടുള്ള പരിവർത്തനം, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാനുള്ള ഒരു സമയം ഒക്കെ നിങ്ങൾക്കിതിൽ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഓൾഡ് സ്ട്രഗിൾസ്, നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു വിടുതൽ, അതിൻ്റെ ഒരു എൻഡിങ് വരുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾ ഇമോഷണലി ഹീൽ ആവാനായിട്ട്, അതുപോലെ നിങ്ങൾ പുതിയൊരു വ്യക്തി ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾക്കൊരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു സ്റ്റഡി ഗ്രോത്ത്, അതായത് പെൻറ്റക്കിൾസ് കാർഡ്സ് വരുന്നത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു പുതിയ ബിഗിനിങ് കൂടി, ഒരു പുതിയ മാനിഫെസ്റ്റേഷൻ പവറൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്തെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാം. ആ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു 14 ഡേയ്സിനുള്ളിലുണ്ട്. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിവേ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റുകളിൽ കൂടി അത് അറിയിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.